യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുക. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് താൻ പോയി തൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം സ്ഥലമൊരുക്കിയിട്ട് വീണ്ടും വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകുമെന്നുള്ള വലിയ പ്രത്യാശയുടെ തിരുവചനമാണ് ഇന്ന് യേശു നമുക്ക് നൽകുക. നിത്യതയോളം വാഴാൻ, ദൈവത്തോടൊത്തു വാഴാൻ, സ്വർഗം സ്വപ്നം കാണുന്ന, സ്വർഗം ലക്ഷ്യം വെക്കുന്ന ഈ പള്ളികുദാശ കാലത്ത് യേശു നമുക്ക് വേണ്ടി രക്ഷയുടെ ഭവനങ്ങൾ ഒരുക്കാൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ള സദ്വാർത്ത ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അറിയിച്ചപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ 3 വർഷക്കാലത്തോളം തൻ്റെ പ്രിയപ്പെട്ടവരോടൊത്ത് ചിലവഴിച്ച കാലഘട്ടങ്ങളിലൊക്കെയും ഈ സ്വർഗീയ ജെറുസലേമിനെ കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഈശോ പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ഗൗരവത്തിൽ അത് മനസ്സിലാക്കാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതിൻ്റെ വളരെ കൃത്യമായ ഉദാഹരണം നമ്മളിവിടെ കണ്ടെത്തുന്നുണ്ട്. നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീഹായുടെ ചോദ്യം, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ അറിയില്ല, പിന്നെ എങ്ങനെയാണ് നീ പോകുന്നിടത്തേക്കുള്ള വഴി ഞങ്ങൾ അറിയുക? ദൈവരാജ്യത്തെക്കുറിച്ച് സംശയങ്ങൾ ഉളവാകുവാനും ആ സംശയങ്ങൾ കൃത്യതയോടെ ചോദിച്ചറിഞ്ഞ് അതിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കുവാനും ക്രിസ്ത്യാനിക്കും കടമയുണ്ട് എന്ന് വിശുദ്ധ തോമാസ് ശ്ലീഹ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ തിരുവചനത്തിലൂടെ. തോമാസ് ശ്ലീഹ വേറിട്ട് നിൽക്കുന്നത് മറ്റ് സുവിശേഷ ഭാഗങ്ങളിലും നമ്മൾ കാണുന്നുണ്ടല്ലോ. മറ്റുള്ളവർ ചിന്തിക്കാത്ത വഴികളിലൂടെ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ദൈവസന്നിധിയിലെ ചോദ്യങ്ങൾ ഉയർത്താനും മണ്ടത്തരമെന്ന് മറ്റുള്ളവർക്ക് വിധിക്കാവുന്ന മേഖലകൾ തൻ്റെ സംശയങ്ങളായി ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാനും ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ വാശി കാണിക്കാനുമൊക്കെ കാണിക്കുന്ന തോമാസ് ശ്ലീഹായുടെ വ്യഗ്രത ഓരോ ക്രിസ്ത്യാനിയുടേതും ആകണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. കുഞ്ഞുങ്ങളെപ്പോലെ ആകണം എന്ന് നമ്മളെ പഠിപ്പിച്ച യേശുനാഥൻ ഈ തോമാസ് ശ്ലീഹായുടെ നിഷ്കളങ്കതയ്ക്ക് കടുത്ത മറുപടിയല്ല, നനുത്ത മറുപടി, കൃത്യതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ യേശുവിനെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ വെളിപ്പെടുത്തലുകളിലൊന്ന് അവിടുന്ന് വഴിയും സത്യവും ജീവനുമാണ് എന്ന വെളിപ്പെടുത്തൽ. ആ വലിയ സത്യം ഈശോ നമ്മളോട് പ്രഘോഷിക്കാനിടയായത് തോമാസ് ശ്ലീഹായുടെ ഈ കുട്ടിച്ചോദ്യത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവർ, ഈ വചനഭാഗം നമ്മളെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, തമ്പുരാന്റെ തിരുവചനത്തെ വായിക്കുവാനും ഗ്രഹിക്കുവാനും പഠിക്കാനുമുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാകണം. നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾ ഉറക്കെ ചോദിക്കാനുള്ള നല്ല തീരുമാനം നമുക്കുണ്ടാകണം. നിഷ്കളങ്കത നമുക്കുണ്ടാകണം. അറിയാനുള്ള വ്യഗ്രത, അജ്ഞത നടിക്കലല്ല, അജ്ഞതയെ അറിവായി പരിഗണിക്കലല്ല, അജ്ഞത അത് ഉന്മൂലനം ചെയ്യപ്പെടണം. അജ്ഞതയുടെ വേരുകൾ അറക്കണം. അതിന് ചോദ്യം ചോദിക്കലുകൾ അനിവാര്യമാണ്. ചോദ്യം ചോദിക്കൽ വിമർശനങ്ങളല്ല, അറിയാത്ത കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം. ഉത്തരം പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ വ്യഗ്രത ഒരുപക്ഷെ താൻ പോരുമയുടെ, അഹങ്കാരത്തിൻ്റെ, പേരെടുക്കലിൻ്റെ, കുറ്റപ്പെടുത്താൻ മാത്രമാണ് ഞാനിവിടെ ആയിരിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ തുല്യമാണ്. ചോദ്യങ്ങൾ കൃത്യതയോടെ ഉത്തരം നൽകുമ്പോൾ അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും തിരുത്താനുമുള്ളൊരു മനസ്സുകൂടെ നമുക്ക് അനിവാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ അടുത്ത് അനുധാവനം ചെയ്യാൻ, വചനം വായിക്കാനും ഗ്രഹിക്കുവാനും വചനബദ്ധമായ ചോദ്യങ്ങൾ ഉയർത്തുവാനുമൊക്കെ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ വഴിയും സത്യവും ജീവനുമായ യേശുനാഥനെ കൃത്യതയോടെ തിരിച്ചറിഞ്ഞ് ബോധ്യത്തോടെ അവനെ അനുധാവനം ചെയ്യാൻ, യേശുവാകുന്ന വഴിയിലൂടെ, യേശുവാകുന്ന ജീവനിലേക്ക്, യേശുവാകുന്ന സത്യത്തിലേക്ക് നടന്നെടുക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. യേശു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.